ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ കിച്ചണിലെ വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പല കാര്യങ്ങളും തയ്യാറാക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് വീഡിയോ ആക്കി നിങ്ങളെ കൂടി കാണിച്ചു തരുവാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് ഇവിടെ ആരുമില്ല, ഹോം അലോൺ ഡേ. അപ്പോൾ ഹോം അലോൺ ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് നടക്കുന്നത്. കൂടുതലായിട്ട് എനിക്ക് കിച്ചണിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് പുറത്തുള്ള യാത്രകൾ ഞാൻ കുറച്ചിരിക്കുക. കാര്യം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഒരുപാട് സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ടല്ലോ. മാത്രമല്ല നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കരമായിട്ട് പോകുന്നില്ല, എന്നാലും ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വിൻ്റർ ഇൻ മാഞ്ചസ്റ്ററാണ്. നമുക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും സോ ക്യൂട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടല്ലേ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടി പൈസ്. അപ്പോൾ ഈ ക്യൂട്ടി പൈസിനെ എല്ലാം കയ്യിലെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പോവാം. ഇവരെ രണ്ടുപേരെ നമ്മളുടെ അവിടുത്തെ കിച്ചണിൽ കൊണ്ട് വയ്ക്കുക. അടുത്ത ക്രിസ്മസിന് ഇവരവിടെ ഉണ്ടാവും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതിനകത്ത് ലൈറ്റൊക്കെ കത്തും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് പിങ്ക് കളറിലൊരു പുളിശ്ശേരി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ബീട്രൂട്ട് പുളിശ്ശേരി. അപ്പോൾ ചെയ്തു തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് പോവാം. നമ്മളുടെ സ്പെഷ്യൽ മെനു, ടുഡേയ്സ് മെനു കാണല്ലേ, ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്, 1 by 1. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബീട്രൂട്ട് പുളിശ്ശേരി തന്നെയാണ്. അപ്പോൾ ബീട്രൂട്ട് പുളിശ്ശേരി ഇവിടെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കിട്ടും. പച്ചയ്ക്ക് സാധാരണ നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും കിട്ടും. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിന് ടെസ്കോയിലൊക്കെ സ്റ്റീംഡ് ബീട്രൂട്ട് ഇൻ വിനീഗർ എന്ന് പറഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 3 എണ്ണം എടുത്തു. അപ്പോൾ ഏകദേശം ഒരു കപ്പ് വന്നു, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണം. അപ്പോൾ ഇത് ഓൾറെഡി കുക്ക്ഡാണ്, വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനി ഒരുപാട് വേകേണ്ട ആവശ്യമില്ലല്ലോ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇനി ഈ സമയം അരച്ച് ചേർക്കാം. അരച്ച കാര്യങ്ങൾ അരച്ചിട്ട് വരാം. 1 കപ്പ്. ഇതിപ്പോൾ ഇന്നിവിടെ ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെള്ളത്തിൽ ഇച്ചിരി നേരം കുതിർത്തിട്ട് അരയ്ക്കാം. 3/4 ടീസ്പൂൺ നല്ല ജീരകവും 1 പച്ചമുളകും. ഇവിടുത്തെ പച്ചമുളകിൻ്റെ എരിവ് ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തുള്ളൂ. നാട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചിട്ട് വരണം. ഇതൊരു തള വരുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഓക്കെ, ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞ ബീട്രൂട്ടാണ്, സ്റ്റീംഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ നാട്ടിൽ നമ്മൾ അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റീംഡ് അല്ലാത്ത ബീട്രൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും ഉപ്പും ചേർത്ത് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളമായിട്ട് ചുരുങ്ങും. എന്നിട്ടാണ് നമ്മൾ അരപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചച്ചുവ, ചെറിയ തീയില കൈ എടുക്കാണ്ട് ഇളക്കി പച്ചച്ചുവ മാറ്റണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത് 1 കപ്പ് വെള്ളത്തിലാണെന്ന് ഇങ്ങനെ തിളയ്ക്കുന്നു. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. നല്ല തീയിലാണെന്ന് ഇങ്ങനെ തിളച്ചു, ഉപ്പൊക്കെ ഇട്ടിരുന്നു. ഇതിപ്പോൾ ഞാൻ അരച്ചിട്ട് വന്നല്ലോ. ഇതാണ് നമ്മളുടെ തേങ്ങാരപ്പ്. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റഡ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടും സെയിം ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അന്നേരം ഒന്ന് വെള്ളത്തിൽ ഇച്ചിരി നേരം ഒന്ന് കുതിർത്തിട്ട് അരയ്ക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പുളിശ്ശേരിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി അരയ്ക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊരു പിങ്ക് കളറിലെ നല്ല ഭംഗിയുള്ളൊരു പുളിശ്ശേരിയാണ്. പുളിശ്ശേരിയാണെന്നൊന്നും തോന്നുന്നില്ല അല്ലേ, വേറെ ഏതാണ്ടൊരു ഡിസേർട്ട് ഐറ്റം പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആ പച്ചച്ചുവ മാറുന്നവരെ ചെറിയ തീയിലിങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കും. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിക്കിട്ടും. തിളയ്ക്കണ്ട, അരപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. പുളിശ്ശേരിയൊക്കെ അങ്ങനെ ചെയ്യണ്ടേ. അപ്പം നോ മഞ്ഞൾപ്പൊടി. പിന്നെ നോക്കൂ, ഇത് ഭയങ്കര യൂസ്ഫുൾ സാധനമാണ് കേട്ടോ, ഈ സ്റ്റീംഡ് ബീട്രൂട്ട് ഇൻ വിനീഗർ. ഇത് വെറുതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് 2-3 എണ്ണം എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇച്ചിരി ഒരു അല്പം പച്ചമുളക് അരിഞ്ഞതും പിന്നെന്താ തൈരും ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയാൽ നല്ലൊരു കിച്ചടി പോലെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചിട്ട് അതിനകത്തേക്ക് തൈരൊക്കെ ചേർത്തിട്ട് തൈരും അരച്ച ബീട്രൂട്ടും പിന്നെ വേണമെങ്കിൽ ഒരല്പം ജീരകം വറുത്ത് പൊടിച്ചത് ഇതിൽ 2 വേണമെങ്കിലും ചേർക്കാം, പച്ചമുളകും പിന്നെ തൈരും, പിന്നെ താളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ നല്ല 2 രീതിയിൽ നമുക്കത് വെച്ചിട്ട് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം. എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്. നമുക്ക് കുക്കിംഗ് ടൈം ലാഭമല്ലേ. ഒന്നിച്ചിട്ടുണ്ട്, ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തിടുക അല്ലെങ്കിൽ അരച്ച് ചേർക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി, പച്ചമുളക്, പിന്നെ തൈര് താളിച്ചൊഴിക്കുക. ദാറ്റ്സ് ഓൾ.
അപ്പോൾ ഇതൊക്കെ പ്രവാസികൾ ഇങ്ങനെ വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം, നമുക്ക് ബീറ്റ്റൂട്ട് ഒന്ന് വേവിക്കുന്ന സമയം അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇവർക്ക് കുറച്ചുകൂടി ഈസിയാണ്, വേവിക്കാതെ തന്നെ ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് പോകും. ഇതിന് ഈ ഒരു പുളിശ്ശേരിക്ക് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റേതായ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അതിൻ്റെ കളറെല്ലാം ഇളകിയ കണ്ടില്ല, ആ ചാറ് കാണുമ്പോൾ അറിയില്ല. ഇനി ഇത് നല്ല പച്ചച്ചോ മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈര് ചേർക്കണം. ഉടച്ച തൈര് 1 കപ്പോളം ചേർക്കാം, നല്ല കുറുകലനുസരിച്ചിട്ട്. ഇവിടെ അധികം പുളിയില്ലാത്ത നല്ല തൈരാണ് കിട്ടുന്നത്, അപ്പോൾ അതുപോലെ ആകാം. നാട്ടിലാണെങ്കിലും നമ്മൾ വീട്ടിലൊഴിച്ച തൈര്. പിന്നെ താളിച്ചിടുമ്പോൾ മാത്രം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും കൂടെ ചേർത്ത്, ഉലുവാപ്പൊടിയോ അല്ലെങ്കിൽ മുഴുവൻ ഉലുവയോ എന്തായാലും കുഴപ്പമില്ല, അതിട്ടിട്ട് താളിക്കണം. അങ്ങനെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നല്ലൊരു ബീറ്റ്റൂട്ട് പുളിശ്ശേരി റെഡി. അപ്പോൾ ഇന്നത്തെ മെനുവിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബീറ്റ്റൂട്ട് പുളിശ്ശേരി. പിന്നെ നമ്മളുടെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, വിന്താലു, പിന്നെ ഒരു നല്ലൊരു മീൻ കറി. പിന്നെ എന്തായാലും ദാൽ എന്തായാലും ഉണ്ടാകും, അത് മസ്റ്റാണ്. ഇവിടെ എല്ലാ ദിവസവും ദാൽ ഉണ്ടാകും. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ദാലെന്ന്. അതും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഈസിയാണ്, ഇവിടുത്തെ ദാൽ ഉണ്ടാക്കൽ വളരെ വളരെ സിമ്പിൾ വേ ആണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ മസൂർ ദാലിന്. മസൂർ ദാലെന്ന് വെച്ചാൽ ഓറഞ്ച് കളറിലെ ദാലാണ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ നന്നായിട്ട് ആവി വന്നു തുടങ്ങി, നല്ലതായിട്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്നതാണ്. അത് വേണ്ട നമുക്ക്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ചൂട് മാറ്റി, ഇനി കുഴപ്പമില്ല. അടുപ്പ് ഓഫ് ചെയ്തു. നല്ലതായിട്ട് ആവി വന്നു കഴിയുമ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇതൊന്ന് തണുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈരും പിന്നെന്താ, അത് കഴിഞ്ഞ് താളിക്കൽ ഉലുവയും കൂടി ഇട്ട് താളിക്കും, അത്രേ ഉള്ളൂ. പിന്നെ പുളിയില്ലാത്ത തൈരാണ് നല്ലത്, അധികം പുളിയില്ലാത്ത. ഇനി അഥവാ പുളിയുള്ള തൈരാണെങ്കിൽ തന്നെ ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്താൽ മതി, ബാലൻസ്ഡ് ആകും. ഇപ്പം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് നമ്മളുടെ ബീറ്റ്റൂട്ട് പുളിശ്ശേരിയുടെ കൂട്ട്. ഇനി ഒന്നുമില്ല, ഇനി ഒരു കാര്യമുള്ളൂ, തൈര്. ഇതൊരു കപ്പ് തൈര്, നല്ല കട്ടി തൈര്, അധികം പുളിയില്ലാത്ത തൈര്, അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഓക്കെ, തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ആഹാ, അല്ലാതെ തന്നെ നല്ല പിങ്ക് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കറിയല്ലേ. കുറച്ചുകൂടെ ലൈറ്റ് പിങ്ക് ആയിട്ട്. ഓക്കെ, നോക്കിയേ, നല്ലൊരു ലൈറ്റൊരു എന്താ പറയുക, സ്ട്രോബെറി ഐസ്ക്രീം മാതിരി ഉണ്ടല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എല്ലാം ചെയ്ത പോലെ. പക്ഷേ ഇതൊരു കറിയാണ്. ഇനി ഇത് താളിച്ചൊഴിക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് താളിക്കാം. വെളിച്ചെണ്ണ. ഓക്കെ. ഓ, അല്ലാതെ തന്നെ ഇവിടെ ഇത്ര വിൻ്റർ അല്ലെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെയാണ് വെളിച്ചെണ്ണയുടെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ വിൻ്ററും കൂടി ആയപ്പോൾ പറയാനില്ല. ഓക്കെ, പാത്രം ഒരല്പം കരിഞ്ഞിരിക്കും. ഞാൻ പപ്പടം കാച്ചിയതാണ് ഇന്നലെ. ഒന്നുകൂടി നന്നായിട്ടൊന്ന് അത് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് ചൂടാകും. അത്ര എന്താ പറയുക, ചൂട് കട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രമല്ല, അത്ര പ്രശ്നം. നമുക്ക് 1 ടീസ്പൂൺ കടുക്, ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ. ഇനി ആ ഉലുവയും കൂടി ഒന്ന് നോക്കണം, പൊട്ടിത്തുടങ്ങണം. കറിവേപ്പില. ഉലുവയും പൊട്ടി ആ മണം വന്നു തുടങ്ങി. ഓക്കെ, തീ ഓഫ് ചെയ്യാം. ഇനി പുളിശ്ശേരിയുടെ മുകളിലായിട്ട് ഒഴിക്കാം. അങ്ങനെ ബ്യൂട്ടിഫുൾ ബീറ്റ്റൂട്ട് പുളിശ്ശേരി റെഡി. കണ്ടല്ലോ, കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മൾ പുളിശ്ശേരി എന്ന് പറഞ്ഞൊരു യെല്ലോ കളറാണ്, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് യെല്ലോ കളർ, ഇതിനപ്പുറത്തേക്കൊരു കളറില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളർ വരുന്നത്. പക്ഷേ ഞാനത് കുറേ കാലം മുമ്പ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് പുളിശ്ശേരിയാണ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ചെയ്തതാണ്. നന്നായിട്ട് വന്നൊരു പരീക്ഷണമാണ്, മാജിക് ആവാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ നോക്കൂ, പുളിശ്ശേരി ഈ ഒരു കളറിൽ എന്ത് ഭംഗിയല്ലേ. ടേസ്റ്റും വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ മെനുവിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഫുഡ് റെഡി, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബീറ്റ്റൂട്ട് പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസേർട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിങ്ക് നിറത്തിൽ ഭയങ്കര രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.